തോക്ക് ചൂണ്ടിയുള്ള കവർച്ചയിൽ ടീം വെറും കവർച്ചക്കാരല്ല, അല്പം ബഡാ ടീമാണ്, കള്ളപ്പണ ഇടപാടുകാരാണ്. എറണാകുളം കുണ്ടന്നൂരിലെ തോക്ക് ചൂണ്ടിയുള്ള കവർച്ചയിലെ ചുരുളഴിച്ച് പോലീസ്. നടന്നത് ട്രേഡ് പ്രോഫിറ്റ് ഫണ്ട് തട്ടിപ്പെന്നാണ് പ്രതികളുടെ മൊഴി. കവർച്ച ചെയ്ത 80 ലക്ഷം രൂപയിൽ 68 ലക്ഷം രൂപ കണ്ടെടുത്തു. മുഖ്യപ്രതി അഭിഭാഷകൻ നിഖിൽ നരേന്ദ്രനാഥ് സ്ഥിരം തട്ടിപ്പുകാരെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പേരൽപ്പം പരിഷ്കരിച്ച പേരാണെങ്കിലും സംഭവം കള്ളപ്പണ ഇടപാട്. $80 ലക്ഷം നഷ്ടപ്പെട്ട സുബിനും കവർച്ചാ സംഘവും തമ്മിൽ ബന്ധമുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. 80 ലക്ഷം വൈറ്റ് മണി നൽകിയാൽ 1,10 ലക്ഷം രൂപയുടെ ബ്ലാക്ക് മണി കൈമാറാമെന്നായിരുന്നു കവർച്ചാ സംഘം പറഞ്ഞത്. പിന്നീട് 1,10 ലക്ഷം രൂപയുടെ ബിസിനസ് നടന്നതായി ബില്ലുണ്ടാക്കി കള്ളപ്പണം വെളുപ്പിച്ചെടുക്കാം. ദിവസങ്ങൾ കൊണ്ട് ലാഭം 10 മുതൽ 20 ലക്ഷം വരെ. ഈ വാഗ്ദാനത്തിലാണ് സുബിൻ വീണുപോയത്. തട്ടിപ്പിന് നേതൃത്വം നൽകിയത് പിടിയിലായ നിഖിൽ, ബുഷാര, ജോജി എന്നിവർ ചേർന്നാണ്. പണമുള്ള സമ്പന്നരെ കണ്ടെത്തേണ്ട ചുമതല നിഖിലിനായിരുന്നു. ഇയാൾക്കെതിരെ 46 ലക്ഷം രൂപ തട്ടിച്ച പരാതിയിൽ സെൻട്രൽ പോലീസിൽ കേസുണ്ട്. 3 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. കവർന്ന 80 ലക്ഷത്തിൽ 68 ലക്ഷത്തോളം പോലീസ് കണ്ടെത്തി. ഇതിൽ 14 ലക്ഷം രൂപയുടെ ഏലക്കയും ഉൾപ്പെടും. പ്രതികൾ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ച എയർ പിസ്റ്റളും പിടിച്ചെടുത്തിട്ടുണ്ട്. സൗത്ത് ACP രാജ്കുമാറിന്റെ നേതൃത്വത്തിൽ 11 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.